الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحم إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിൻ്റെയും അവൻ്റെ പ്രവാചകന്റെയും കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാൻ ബാധ്യസ്ഥരായവരാണ് നമ്മൾ. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം യാതൊരു സ്വാതന്ത്ര്യവും അനുവദിക്കുന്നില്ല. ആ നിയമകൽപ്പനകളെ ശരിയായി പാലിച്ച് ജീവിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നോട് നിങ്ങളോടുമായി വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, പ്രായപൂർത്തിയായ ഒരു സ്ത്രീ ഹിജാബ്, ഇസ്ലാമികമായ വസ്ത്രം ധരിക്കണോ ധരിക്കണ്ടയോ എന്ന ഒരു ചർച്ചയേയില്ല. പ്രായപൂർത്തിയായ ഒരു സ്ത്രീ, അവൾ മുസ്ലിം ആണെങ്കിൽ, അവൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ തീർച്ചയായും അവൾ ഇസ്ലാം നിർദ്ദേശിച്ച അതേ വസ്ത്രധാരണ രീതികൾ സ്വീകരിക്കൽ നിർബന്ധമാണ്. ലോകത്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇസ്ലാമിക വിഭാഗങ്ങളും ഉണ്ടെങ്കിലും അവരിലാരിലും അഭിപ്രായ വ്യത്യാസമില്ലാത്ത, സഹാബത്ത് മുഴുവനും ഏകോപിപ്പിച്ച, ലോകത്തുള്ള എല്ലാ മുസ്ലിം പണ്ഡിതന്മാരും ഒന്നിച്ചു പറഞ്ഞ, 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളും വ്യക്തമായി രേഖപ്പെടുത്തിയ ഒരു കാര്യമാണ് ഒരു സ്ത്രീയുടെ ഇസ്ലാമികമായിട്ടുള്ള ഹിജാബ്, വസ്ത്രധാരണം. അതവൾക്ക് നിർബന്ധമാണെന്ന്. ഹിജാബ് ഫർളുൻ വാജിബുൻ അലൽ മർഅത്തിൽ മുസ്ലിമ അൽ ബാലിഗ. പ്രായപൂർത്തിയായ ഒരു സ്ത്രീക്ക് നിർബന്ധമാണ് ഇസ്ലാമികമായ വസ്ത്രധാരണങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത്. അത് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്. വിശുദ്ധ ഖുർആനിൽ 2 സ്ഥലത്ത് അള്ളാഹു വളരെ വ്യക്തമായി പറഞ്ഞു. ഒന്ന് സൂറത്ത് അഹ്സാബാണ്. ആ സൂറത്ത് അഹ്സാബിലെ 59-ാമത്തെ ആയത്താണ്. യാ അയ്യുഹൻ നബിയു ഖുൽ ലി അസ്വാജിക വ ബനാതിക വ നിസാഇൽ മുഅ്മിനീൻ. ഓ പ്രവാചകരെ, താങ്കൾ താങ്കളുടെ ഭാര്യമാരോടും താങ്കളുടെ പെൺമക്കളോടും സത്യവിശ്വാസിനികളായ സ്ത്രീകളോടും താങ്കൾ പറയണം,
യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവിടെ ജിൽബാബുകളെ, അവിടെ മൂടുപടങ്ങളെ, അവിടെ വസ്ത്രത്തെ അവരെന്ത് ചെയ്യണം? താഴ്ത്തിയിടണം. അപ്പോൾ ദേഹം മുഴുവൻ മറയുന്ന ഒരു വസ്ത്രം, ജിൽബാബ് ഒരു ഗൗണാണ്. മൂടുപടം എന്ന് പറഞ്ഞാൽ ദേഹത്തിന്റെ ഉള്ളിൽ എന്തൊക്കെ വസ്ത്രങ്ങളും കാര്യങ്ങളും ഉണ്ടോ അതിനെ മുഴുവനും കവർ ചെയ്യുന്ന ഒരു ഹിജാബ്, ഒരു വസ്ത്രം അവൾ എന്ത് ചെയ്യണം? സ്വീകരിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് അഹ്സാബ് 59 അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സൂറത്ത് നൂർ 31 കുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന, സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് പ്രവാചകരെ താങ്കൾ പറയണം, അവിടെ കണ്ണുകളെ താഴ്ത്തണം, മുഖ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കണം. വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ലഹറ മിൻഹാ, പ്രത്യക്ഷമായതായ മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും മറക്കണമെന്ന് അവരോട് പറയണമെന്ന്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പ്രത്യക്ഷമായി ഇത്രയും വ്യക്തമായി 2 സ്ഥലത്ത് ഈ കാര്യം പറഞ്ഞാൽ, ഒരു പ്രായപൂർത്തിയായ അല്ലെങ്കിൽ ഒരു ആർത്തവമുണ്ടായ ഒരു സ്ത്രീ പിന്നീടത് മറക്കേണ്ടതുണ്ടോ ഇല്ലേ, മറക്കാതെ പോകാൻ പറ്റുമോ, മറച്ചേ പോകാൻ പറ്റുള്ളൂ എന്നൊരു ചർച്ച തന്നെ യഥാർത്ഥത്തിൽ അനുവദനീയമല്ലാത്ത ഒരു കാര്യമാകുന്നു എന്നാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വ്യക്തമായി നബി അങ്ങനത്തെ വസ്ത്രധാരണത്തിന് വിരുദ്ധമായി കണ്ടതിനെ തിരുത്തിയതാണ് അസ്മാ ബിൻത് അബൂബക്കർ റളിയല്ലാഹു അൻഹ പറയുന്ന ഹദീസ്. അവർ പറയണത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തു? അവരുടെ അടുക്കൽ വന്നു. അപ്പൊ അവർ ധരിച്ചിരുന്നത് സിയാബുൻ ഷമിയത്തുൻ റിഖാഖ്, വളരെ നേരിയൊരു വസ്ത്രമാണ്. ഉള്ളിലുള്ള സംഗതികൾ പുറത്തേക്ക് കുറച്ചൊക്കെ കാണാവുന്ന ഒരു സുതാര്യമായ നേരിയൊരു വസ്ത്രം. ഫഅറളാൻഹ, അപ്പൊ നബി അവരിൽ നിന്നുകൊണ്ട് തിരിഞ്ഞു കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മാഹാദാ യാ അസ്മാ, എന്താ അസ്മാ ഇത്? ഇന്നൽ മർഅത ഇദാ ബലഗത്തിൽ മഹീദ്, ഒരു സ്ത്രീക്ക് ആർത്തവം എത്തിക്കഴിഞ്ഞാൽ, പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ, ലം യസ്ലുഹ് അൻ യുറാ മിൻക ഇല്ലാ ഹാദാ ഹാദാ, ഇതല്ലാതെ കയ്യും മുഖവും ചൂണ്ടിട്ട് ഇത് രണ്ടും അല്ലാത്ത ഒന്നും വെളിവാക്കാൻ പാടില്ല എന്നാണ്. ഹദീസിന്റെ കാര്യത്തിൽ ചെറിയ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെങ്കിലും ധാരാളം കാര്യങ്ങൾ ഇതിനെ സ്ഥിരീകരിക്കുന്നതായിട്ടുണ്ട്. അപ്പൊ അത്ര വ്യക്തമായി റസൂലുള്ളയും വിശുദ്ധ ഖുർആനും പറഞ്ഞൊരു കാര്യത്തിൽ പിന്നെ എവിടെയാണ് സഹോദരങ്ങളെ ഒരു ചർച്ചയ്ക്കിടയുള്ളത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നില്ല, ഒരു സ്ത്രീക്ക് അനുവദിക്കുന്നില്ല ഇതല്ലാത്ത ഒരു വസ്ത്രധാരണ രീതി സ്വീകരിക്കുവാൻ. എന്തിനു വേണ്ടിയാണ്? ജീവിതത്തിലെ ഏത് സാഹചര്യത്തിൽ. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറ, ഒരു സത്യവിശ്വാസിയാണോ സത്യവിശ്വാസിനിയാണോ അള്ളാഹുവും റസൂലും ഒരു കാര്യം തീരുമാനിച്ച് പറഞ്ഞാൽ അൻ യകൂന ലഹുമുൽ ഖൈറ, പിന്നെ ചോയ്സ് ഇല്ല. അതായത് എനിക്ക് ഇട്ട് വരാൻ പറ്റൂ, ഇടാതെ വരാൻ പറ്റൂ. ഞാൻ അങ്ങനെ ഒരു ഇസ്ലാമികമായ ഇത്രയും വ്യക്തമായ ഒരു വിഷയത്തെക്കുറിച്ചൊരു ചർച്ച നാട്ടിൽ എങ്ങനെ വന്നു? ഒരു സ്കൂളിൽ യൂണിഫോം ഇട്ട് വരേണ്ട ഒരു കുട്ടി ഹിജാബില്ലാതെ സ്കൂളിന്റെ നിയമം പാലിച്ചുകൊണ്ട് മുഖമക്കനെ ഒഴിവാക്കി വരണം, എന്താ അങ്ങനെ വന്നുകൂടെ എന്ന ഒരു ചോദ്യത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? അങ്ങനെ ഒരു ഖീറത്തില്ല, ചോയ്സ് ഇല്ല. അല്ലാഹ് പറയാണ്, വമൻ യഅസില്ലാഹ വറസൂല ഫഖദ് ളല്ല ളലാലം മുബീന, ആരെങ്കിലും അല്ലാഹും റസൂലും പറഞ്ഞതിന് എതിരെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു പിഴച്ചുപോയി. അവർ ഇസ്ലാമികമായ മര്യാദകളിൽ നിന്ന്, വിശ്വാസത്തിന്റെ പരിധികളിൽ നിന്ന് അപ്പുറത്തേക്ക് പോകുന്നു. വ്യക്തമായ ഒരു ഇസ്ലാമിന്റെ നിരോധത്തിനെതിരെ പ്രവർത്തിച്ചാൽ അവൻ അവിശ്വാസിയാവുന്നു. വ്യക്തമായ ഇസ്ലാമിന്റെ ഖുർആന്റെ ഒരു കൽപ്പനയ്ക്ക് എതിരെ പ്രവർത്തിച്ചാൽ എന്ത് ചെയ്യും? ആ കൽപ്പന ലംഘിച്ചു എന്നതുകൊണ്ട്, ഖുർആനിനെ ധിക്കരിച്ചു എന്നതുകൊണ്ട് തന്നെ എന്താകും? വിശ്വാസത്തിന് പുറത്തു പോകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ചർച്ചയ്ക്ക് തന്നെ പ്രസക്തിയില്ല. ഇനി നോക്ക്, നിങ്ങൾ ഇപ്പം ഇവിടെ ഈ നാട്ടില് നമ്മൾ നിസ്കരിക്കാൻ സ്വാതന്ത്ര്യമില്ല വിചാരിച്ചോ? നിങ്ങൾ ഇവിടെ നിസ്കരിക്കാൻ പറ്റില്ല മുസ്ലിങ്ങൾ, അപ്പൊ നമുക്ക് എന്താ? നമ്മളിവിടെ നിസ്കരിക്കാതെ എങ്ങനെ ജീവിക്കലല്ല. ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ഒരു കൽപ്പന പാലിക്കാൻ പറ്റില്ല, നമ്മൾ ഈ നാട് വിട്ടുപോകും, നമ്മുടെ വീടും കുടുംബമൊക്കെ വിട്ടുപോകും. അതാണ് ഇസ്ലാമോട് പറയണത്. അങ്ങനെ ഒരാൾ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ഒരു കാര്യം നിർവഹിക്കാൻ പറ്റാതെ ഒരു നാട്ടിൽ ജീവിച്ചുകൂടാന്നാണ് ഇസ്ലാമിന്റെ നിയമം. അല്ലെങ്കിൽ മരിക്കുന്ന സമയത്ത് മലക്ക് വന്ന് ചോദിക്കുമെന്നാണ്, ഇന്നല്ലദീന തവഫാഹുമുൽ മലായികതു ളാലിമീ അൻഫുസിഹിം, സ്വന്തങ്ങളോട് അക്രമം ചെയ്ത ആളുകളോട് ആത്മാവിനെ പിടിക്കുമ്പോൾ മലക്ക് ചോദിക്കും, കാലു ഫീമ കുന്തും, എന്നിട്ട് എന്താണ്? കാലു കുന്ന മുസ്തദഅഫിന ഫിൽ, ഞങ്ങൾ ഭൂമിയിൽ ദുർബലായിരുന്നു, ഞങ്ങൾക്ക് ഇതൊന്നും പാലിക്കാൻ അനുവദിക്കാതെ ഞങ്ങളെ അടിച്ചേൽപ്പിച്ച് ഞങ്ങളുടെ മേൽ ആധിപത്യം ചെലുത്തിയവരെ ഒന്നും ധിക്കരിച്ച് പോകാൻ ഞങ്ങൾക്ക് പറ്റാത്തതുകൊണ്ട്
ഞങ്ങൾ ഇസ്ലാമിന്റെ മര്യാദകൾക്ക് എതിരായി പ്രവർത്തിച്ചു, അല്ലെങ്കിൽ ഹിജ്റ പോവാതിരുന്നു എന്നൊക്കെ അവർ പറയും. കാലു അലം തക്കുൻ അർദുല്ലാഹി വാസിയ, അള്ളാന്റെ ഭൂമി വിശാലമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നതാണ്. അപ്പൊ നോക്ക് നിങ്ങൾ, ഒരു മുസ്ലിമിന് നിർബന്ധമായ കാര്യം അനുഷ്ഠിക്കുന്നിടത്ത് അനുമതിയില്ലാതെ വന്നാൽ പോലും, എല്ലാ നിയമങ്ങളും എതിരായാൽ പോലും അത് പറ്റാവുന്ന നാട്ടിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ ഇസ്ലാമിക നിയമങ്ങളോട് എത്ര പ്രതിബദ്ധത ഒരു മുസ്ലിം കാണിക്കണം എന്നതാണ് അതിൽ മനസ്സിലാക്കുന്നത്. പിന്നെ എന്താണ് പറയുന്നത് സുഹൃത്തുക്കളെ ഇതിനുള്ളത്? ഭരണഘടനയിൽ അതിന് സ്വാതന്ത്ര്യമില്ല. ഉണ്ട്, ഭരണഘടനയിൽ സ്വാതന്ത്ര്യമുണ്ട്. ഇനി അതിനെതിരായിട്ടുള്ള വിധിയുണ്ട്, കോടതി വിധിയുണ്ട്. ഒരേ ജഡ്ജി തന്നെ രണ്ടും വിധിച്ചത് കാണാൻ പറ്റും. പറ്റും എന്നും പറ്റില്ലെന്നും വിധിച്ചത് കാണാൻ പറ്റും. സുഹൃത്തുക്കളെ, കോടതികൾ എന്ത് വിധിച്ചാലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചല്ല, ഏതൊരു വിശ്വാസിക്കും മുസ്ലിം മാത്രമല്ല മറ്റൊരു മതവിശ്വാസിയാണെങ്കിൽ അയാളെ വിശ്വാസത്തിനെതിരായി ഒന്ന് കോടതി വിധിച്ചാൽ അത് അംഗീകരിക്കും. അങ്ങനെയാണെങ്കിൽ ആചാര ലംഘനത്തിന്റെ ഒരു വിവാദം എന്തുകൊണ്ടാണ് ഉണ്ടായത്? കോടതി വിധിച്ചാലും ഞങ്ങളുടെ ആചാര നിയമം അനുസരിച്ച് ഞങ്ങൾ പോകൂ എന്ന് ഏത് വിശ്വാസിയും എന്ത് ചെയ്യുള്ളൂ, പറയുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഇതങ്ങനെ നമ്മളുടെ ഒരു സ്വകാര്യമായ ഒരു സ്ഥാപനത്തിൽ നമുക്കൊരു അവകാശമില്ലേ? നമുക്ക് തീരുമാനിച്ചൂടെ? മാനേജ്മെന്റ് തീരുമാനിച്ചൂടെ? PTA അതൊക്കെ എന്തുള്ളൂ സുഹൃത്തുക്കൾ? അങ്ങനെ തീരുമാനിക്കുമ്പോഴും അതൊരു പൊതുവായ സ്ഥാപനങ്ങളും വിദ്യാലയങ്ങളും ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ വരുന്നവരെ, അവിടെ എല്ലാവർക്കും പ്രവേശനാനുമതി ഉണ്ടെങ്കിൽ, എല്ലാ മതസ്ഥർക്കും അവിടെ വന്ന് പഠിക്കാൻ അനുവാദമുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും പരിഗണിച്ചൊരു തീരുമാനമല്ലേ എടുക്കാൻ പാടുള്ളൂ. അത് പറഞ്ഞിട്ട് മാറി നിൽക്കാൻ പറ്റൂ? അപ്പൊ ഏത് നിൽക്കും? പിന്നെ തീവ്രവാദമാണ് എന്നാണ്. അത്ഭുതകരമല്ലേ സുഹൃത്തുക്കളെ കാര്യം? തീവ്രവാദം ഞാൻ എന്റെ മതം അനുസരിച്ചേ ജീവിക്കൂ എന്ന് പറയുന്നതാണോ തീവ്രത? എന്റെ മതപ്രമാണങ്ങൾ അനുസരിച്ച് നിന്റെ മതപ്രമാണം അനുസരിച്ച് നീ ജീവിച്ചുകൂടാ എന്ന് ഒരാളോട് പറയുന്നതാണോ തീവ്രത? ഏതാ തീവ്രത? ഞാൻ പറയാം, ഞാൻ എന്റെ മതം അനുസരിച്ച് ജീവിക്കുള്ളൂ എന്ന് പറയുന്നതാണോ തീവ്രത? നീ നിന്റെ മതം അനുസരിച്ച് ജീവിച്ചുകൂടാ എന്ന് വേറൊരുത്തൻ എന്നോട് പറയുന്നതാണോ തീവ്രത? ആലോചിച്ച് നോക്കൂ നിങ്ങൾ, എത്ര ഗംഭീരമായിട്ടാണ് സുഹൃത്തുക്കളെ സത്യങ്ങളെ അട്ടിമറിക്കുന്നത്. ഓരോ മതസ്ഥനും അവന്റെ മതപ്രകാരം ജീവിക്കുമെന്ന് പറയുന്നതിൽ എന്ത് തീവ്രത! 1400 കൊല്ലം മുമ്പുള്ള ഈ നിയമങ്ങളെ ഇത്രയും തലമുറകളായി പാലിച്ചു വന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള മുസ്ലിങ്ങൾ, അവൻ എന്ത് ജോലിയിലാണെങ്കിലും എവിടെയാണെങ്കിലും അവിടെയുള്ള ഒരു സഹോദരി, അവിടെയുള്ള ഒരു മുസ്ലിം സഹോദരി ഇസ്ലാമിക ഡ്രസ്സ് വെച്ചിരിക്കുന്നു എന്നുള്ളത് ലോകം നോക്കിക്കാണുന്ന, ലോകം ലൈവായി കാണാൻ പറ്റുന്ന ഈ ലോകത്ത് ആർക്കാ തിരിയാത്ത സുഹൃത്തുക്കളെ? ആർക്കാ മനസ്സിലാവാത്തത്? അതുകൊണ്ട് ലോകം അംഗീകരിച്ച്, മതപ്രമാണം അംഗീകരിച്ച് എല്ലാവരും ലോകത്ത് പാലിച്ചു വരുന്ന ഒരു നിയമമാണ്. അത് പാലിക്കുമെന്ന് പറയുന്നതാണ് അത്രേ തീവ്രത. ഇവിടെ യൂണിഫോം ഉണ്ടെങ്കിലും ഞാൻ എന്റെ ഹിജാബിലേ വരൂ എന്നൊരു മുസ്ലിം പെൺകുട്ടി അവൾ ഇസ്ലാമിക ആശയങ്ങൾ ഉൾക്കൊണ്ട് അവിടെ മാതാപിതാക്കളും പറഞ്ഞാൽ അതാണോ തീവ്രത? നിന്റെ മതമനുസരിച്ചുള്ള തട്ടമിട്ട് ഇവിടെ പഠിച്ചുകൂടാ എന്ന് പറയുന്നതാണോ തീവ്രത? ചെറിയൊരു കോമൺ സെൻസിൽ ചിന്തിച്ചാൽ മനസ്സിലാകാവുന്ന കാര്യമേ അതുള്ളൂ. അതുകൊണ്ട് ഇത് സ്വീകരിക്കണം. എവിടെ പഴച്ചേരെ സുഹൃത്തുക്കളെ? എന്തുകൊണ്ടാണ് ബോധപൂർവം അറിയില്ലെന്ന് പറയല്ല എന്ന് വിചാരിക്കുക, എങ്കിൽ പോലും ആളുകൾ എന്താണ് അങ്ങനെ ധരിക്കാനുള്ള കാരണം? ഇത്രയും വ്യക്തമായ ഇസ്ലാമിക പ്രമാണമുള്ള, എത്രയോ നൂറ്റാണ്ടുകളായി ആചരിച്ചു വരുന്ന, ലോകത്ത് മുഴുവനും കാണുന്ന ഒരു ഹിജാബ്, ഇങ്ങനൊരു ഹിജാബ് ഒരു മുസ്ലിം ധരിക്കലൊന്നും അത്ര അത്യാവശ്യമല്ല എന്ന് എങ്ങനെയാണ് ഇവിടെ മുസ്ലിങ്ങൾ അല്ലാത്ത ആളുകൾ മനസ്സിലാക്കിയത്? അതിന് ഒരു കാരണം ഉണ്ടെങ്കിൽ നമ്മുടെ സഹോദരിമാരിൽ പലരും ആ ഹിജാബ് അതുപോലെ പാലിക്കാഞ്ഞിട്ടാണ്. ഇതിപ്പോ പല രൂപത്തിലാണ് ആൾക്കാർ കാണുന്നത്. അങ്ങനെ ഉണ്ടാവും. ഇസ്ലാമിക പ്രമാണങ്ങളിൽ വന്ന ഒരു ഹിജാബ് സ്വീകരിക്കുമ്പോൾ എല്ലാവർക്കും ഒരേ വസ്ത്രാവണം എന്നല്ല പറഞ്ഞു, അതിന്റെ ആ നിയമം ഒരേപോലെ ആവൂലേ? അപ്പൊ സുഹൃത്തുക്കളെ, എല്ലാവരും എന്ത് ചെയ്യണമെന്നറിയോ? മുഖവും മുൻകഴിഞ്ഞു ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള എല്ലാ ഭാഗവും മറക്കുക എന്നുള്ള ഇസ്ലാമിന്റെ അതേ നിയമം ഹിജാബ് ധരിക്കുന്നവരൊക്കെ സ്വീകരിക്കണം. ചില ആളുകൾ കഴുത്ത് കാണിക്കുക, ചില ആൾക്കാർ തല കാണിക്കുക, ചില ആൾക്കാർ ഇത് കുത്താതെ ഇടുക, അത് ചില ആൾക്കാർ എന്ത് ചെയ്യുക, കാല് കാണിക്കുക, ചില ആൾക്കാർ കാലിന്റെ കണങ്കാല് കാണിക്കുക. അതിനൊന്നും ഒരു വകുപ്പില്ല. ഹിജാബ് ഇടുന്നവർ ദയവ് ചെയ്ത് എന്ത് ചെയ്യണം എന്നറിയങ്ങൾ? ആ മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും മറക്കണം. നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ഭാര്യമാരും ഒക്കെ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ സുഹൃത്തുക്കൾ, അത് ഒരു വെല്ലുവിളിയാണ്. അതൊരു വെല്ലുവിളി തന്നെയാണ്. കാരണം ഖുർആനിലുണ്ടെങ്കിൽ ഹദീസിലുണ്ടെങ്കിൽ എന്തേ ഇയാൾ പാലിക്കാത്തത്, മറ്റേ ആൾ പാലിക്കാത്തത്? ഇവിടെ 10 മുസ്ലിം സഹോദരിമാരുണ്ടല്ലോ ഉദ്യോഗസ്ഥരായിട്ട്, ഒരാൾ മാത്രം എന്താ ഇങ്ങനെ വരുന്നത്? അപ്പൊ സഹോദരങ്ങളെ, ഇസ്ലാമിക നിയമം ശരിയായി പാലിച്ചാൽ അവൻ തീവ്രവാദിയായി. എന്തുകൊണ്ടാ അറിയൂ? ബാക്കിയുള്ളവരത് പാലിക്കാത്തത് കൊണ്ടാണ്. താടി വെച്ചവനെ എന്തുകൊണ്ടാണ് തീവ്രവാദിയായത്? ബാക്കിയുള്ളവർക്ക് താടി ഇല്ലാത്തത് കൊണ്ടാണ്. ശരിയായ മഫ്തയും പർദ്ദയും ഇട്ടവർ, സലഫി മഫ്തയും ഇട്ടവർ എന്താ തീവ്രവാദിയായത്?
ബാക്കിയുള്ളവർ അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ വിവാദങ്ങളിൽ നിന്ന് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, നമ്മൾ പൂർണ്ണമായി ഇസ്ലാമിക വസ്ത്രദാനത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. റസൂലുള്ളാഹിയോട് ഭാര്യമാരോട് പറയാൻ പറഞ്ഞു, മക്കളോട് പറയാൻ പറഞ്ഞു. അത് നമുക്കും കൂടിയുള്ള കൽപ്പനയില്ലേ? നമ്മളെ ഭാര്യമാരും നമ്മുടെ മക്കളും അല്ലാതെ പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ ആലോചിച്ചോളൂ, അല്ലാഹ് ചോദിക്കാതിരിക്കില്ല. കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. ചോദിക്കും, എല്ലാവരും ഭരണീയരാണ്. അതുകൊണ്ട് നിന്റെ വീട്ടിലെ ഒരു പെണ്ണിനെ കുറിച്ച് അർറജുലു റാഇയ, ഒരു പുരുഷൻ റായിയാണ്. ഫി അഹ്ലി ബൈത്തി, അവന്റെ വീട്ടിലുള്ള ആളുകൾക്ക് റായിയാണ്. അതുകൊണ്ട് ചോദിക്കും, നമ്മളെ വീട്ടിലെ പെൺകുട്ടികളും നമ്മളെ ഭാര്യമാരൊക്കെ എന്തു ധരിച്ചു എന്ന് ചോദ്യമില്ലാതെ നമ്മൾ പോകൂല എന്നാണ് സുഹൃത്തുക്കൾ. വല തബർറജ്ന തബർറജൽ ജാഹിലിയത്തിൽ ഊല എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആനിലെ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇബ്നു കത്തീർ റഹ്മത്തുള്ളാഹി പറഞ്ഞത്, നിങ്ങൾ ആ ശരിക്കുള്ള ഹിമാർ ഉണ്ടല്ലോ, അൽ ഹിമാറു അല റഅസിക, തലയിൽ അത് തട്ടം ശരിക്കിടണം. വല തശുദ്ദുഹു, അത് കെട്ടാതെ ഇടരുത്. കെട്ടാതെ ശരിക്കും എന്ത് ചെയ്യണം, അത് നമ്മൾ പൂർണ്ണമായി ബന്ധിച്ച് ഒരു ഷാളായിട്ട് ഇടാൻ നമുക്ക് അവകാശമില്ല, നമുക്ക് അനുവാദമില്ല. അത് ജാഹിലിയ വേഷമാണെന്ന ഗുണമാണ്. അത് ജാഹിലിയ വേഷമാണ്. എന്നിട്ട് എന്ത് ചെയ്യണം, കെട്ടണം. ഇപ്പൊ യുവാരി കല ഇതഹ കുർത്തഹ ഉൻകഹ, എന്നിട്ട് കഴുത്ത് മറയണം, കമ്മല് മറയണം, മാല മറയണം. എല്ലാം മറയുന്ന രൂപത്തിൽ എന്ത് ചെയ്യണം, ആ മഫ്ത ശരിക്ക് കുത്തണം എന്നാണ്. അതല്ലാത്ത കുത്താതെ എന്തെങ്കിലും ഒരു കഷ്ടം തലയിലിട്ട് തൽക്കാലം മറച്ചു എന്ന് വരുത്തുന്ന ആൾക്കാരെ പറ്റി പറഞ്ഞത്. അവർ ജാഹിലിയത്തിന്റെ വേഷമാണ് സ്വീകരിച്ചത് എന്നാണ്. പിന്നെ മാത്രല്ല, ഇത്തരം ഇസ്ലാമിക വേഷങ്ങൾ ധരിക്കാത്ത ആളുകളെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ തന്നെ അതിനെ ഈ വ്യാഖ്യാനത്തിൽ കൊണ്ടുവന്ന സൂറത്ത് നൂറിലെ 19-ാമത്തെ ആയത്ത്, ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅ അൽ ഫാഹിഷ, ഫാഹിഷത്തിനെ, വേണ്ടാവൃത്തികളെ പ്രചരിപ്പിക്കുന്നവർ എന്ന് പറഞ്ഞ കൂട്ടത്തിലും ശരിയായ ഇസ്ലാമിക വസ്ത്രധാനങ്ങൾ ധരിക്കാതെ പുറത്തിറങ്ങുമ്പോൾ അവർ പുരുഷന്മാരിൽ ആകർഷണമുണ്ടാക്കുകയും തെറ്റായ പ്രചാരണങ്ങളും തെറ്റായ കാര്യങ്ങളിലേക്ക് ആളുകളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. പല നിലക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കും. നിങ്ങൾ സഹോദരങ്ങളെ, രാവിലെയും വൈകുന്നേരമുള്ള അദ്കാറിൽ സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മൾ പറയാറില്ലേ, റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ റസൂല. എന്താ ഇതിന്റെ അർത്ഥം? ഞാൻ അള്ളാനെ റബ്ബായി തൃപ്തി, അള്ളാഹ് എന്ത് പറഞ്ഞു അത് ഞാൻ തൃപ്തിയോടെ ചെയ്യുന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു അത് ഞാൻ തൃപ്തിയോടെ ചെയ്യുമെന്നാണ്. നല്ലോണം ആലോചിക്കണം കേട്ടോ സഹോദരങ്ങളെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കുരുത്തക്കേട് നമ്മൾ ഭയപ്പെടേണ്ടത് ഏലാരെങ്കിൽ അള്ളാഹും റസൂലും പറഞ്ഞതിന് എതിര് പ്രവർത്തിക്കുന്ന ആളുകൾ പേടിക്കണം. എന്തും വരാം, എപ്പോഴും വരാം. ഒരു പേടി വേണ്ടേ നമുക്ക്? ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി, അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകളെ ആരെങ്കിലും ധിക്കരിക്കുന്നുണ്ടെങ്കിൽ ഇസ്ലാമിക വേഷം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പരസ്യമായി അത് ലംഘിച്ച് നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ പേടിച്ചോളിയൻ. അള്ളാഹു പറഞ്ഞു പേടിച്ചോളി. എന്താ പേടിക്കേണ്ടത്? അൻ തുസീബഹും ഫിത്നതുൻ ഔ യുസീബഹും അദാബുൻ അലീം. അവർക്ക് പരീക്ഷണങ്ങൾ വരും, അതേപോലെ തന്നെ അവർക്ക് വേദനാജനകമായ ശിക്ഷ വരും എന്ന് സൂറത്ത് നൂർ 63-ാമത്തെ വചനത്തിൽ അള്ളാഹ് പറയും. എന്ത് ധൈര്യ സഹോദരങ്ങളെ, അള്ളാഹും റസൂലും പറഞ്ഞ കാര്യത്തിന് എതിര് പ്രവർത്തിച്ച് പോവാൻ നമുക്കെന്ത് ധൈര്യമാണുള്ളത്? ഇത്രയും വ്യക്തമായി അള്ളാഹു നമ്മളോട് പറയാണ്. നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് നമ്മൾ ചിലപ്പോ ചില സഹോദരിമാരൊക്കെ എന്താ ആളുകൾ എന്ത് പറയും അല്ലെ, അങ്ങനെയൊക്കെ മഫ്ത കെട്ടുപോയാൽ ജോലി സ്ഥലത്തിന് എന്ത് ചോദിക്കും, കാണൂൽ എന്ത് ചോദിക്കും, എന്താപ്പന്റെ കോലം, അത് പേടിച്ചിട്ടാ സഹോദരങ്ങൾ. എന്നൊരു ഹദീസ് കേട്ടോളി, മനിൽ തമസ റിദല്ലാഹി ബിസുഖ്തിന്നാസ്. ജനങ്ങൾ ഇഷ്ടപ്പെടാതിരുന്നു അള്ളാഹുവിന്റെ തൃപ്തി കിട്ടി അത് അന്വേഷിക്കുന്ന ഒരാളാണെങ്കിൽ റളിയല്ലാഹു അൻഹു, അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തിട്ട് ജനങ്ങളൊക്കെ വെറുക്കുകയാണെങ്കിലും അവൻ അള്ളാന്റെ തൃപ്തി കിട്ടും. വഅർളഅൻഹുന്ന, ജനങ്ങളെ കൊണ്ട് അള്ളാഹു തൃപ്തിപ്പെടിക്കും. തൃപ്തിയല്ലേ വേണ്ടത്, അത് കിട്ടും. അല്ലല്ലേ പറഞ്ഞു, നമുക്ക് കിട്ടുന്ന പറഞ്ഞു. എന്നാൽ അള്ളാഹുവിന്റെ കോപം കിട്ടിയാലും വേണ്ടിയില്ല, ജനങ്ങൾ ഇഷ്ടപ്പെടട്ടെ എന്നാണെങ്കിൽ സഹിതല്ലാഹു അലൈഹി, അള്ളാഹു അവന്റെ മേൽ കോപിക്കും. ജനങ്ങളുടെ കോപം കൂടെ അവനുണ്ടാകും എന്നാണ്. അതുകൊണ്ട് വേറുള്ളവരെ തൃപ്തി നമ്മൾ ഇത്തരം കാര്യങ്ങളൊന്നും പരിഗണിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇപ്പൊ പാൻസാണ് സഹോദരിമാരൊക്കെ. ഇപ്പൊ യൂണിഫോം എന്നതിന്റെ പേരിൽ ഏറ്റവും അപകടകരമായി ഇന്ന് വന്ന കാര്യമാണെന്ത്, ആൺകുട്ടികൾ ധരിക്കുന്ന പോലെ പാൻസ് ധരിക്കേണ്ടി വരുന്നു നമ്മുടെ പെൺകുട്ടികൾ. സുഹൃത്തുക്കൾ, അനുവദിക്കാൻ പറ്റിയ കാര്യമില്ല, വളരെ ഗൗരവമുള്ള കാര്യം. പാൻസ് അതൊരു പുരുഷ വേഷമായിട്ട് തന്നെയാണ് മനസ്സിലാക്കുന്നത്.
മാത്രമല്ല ഒരു സ്ത്രീയോട് മറക്കാൻ പറഞ്ഞ രൂപത്തിൽ പൂർണ്ണമായി മറയാനും അത് സാധ്യമല്ല. അത് വളരെ ലഅന റസൂലുള്ളാഹ്, അള്ളാന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു എന്നാണ്. അർറജുല, ഒരു പുരുഷനെ അവനെന്ത് ചെയ്യുന്നു, യൽബിസു ലിബ്സത്തൽ മർഅ, ഒരു സ്ത്രീന്റെ വസ്ത്രം ധരിക്കുന്ന പുരുഷനെയും പുരുഷ വസ്ത്രം ധരിക്കുന്ന സ്ത്രീയെയും അള്ളാഹു ശപിച്ചു എന്ന് പറഞ്ഞാൽ അനുഗ്രഹങ്ങളിൽ നിന്ന് അകറ്റപ്പെട്ടു എന്നാണ്. അള്ളാന്റെ കുരുത്തുണ്ടാവില്ല, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് അകറ്റപ്പെടുമെന്നാണ്. എത്ര ഗൗരവമുള്ള കാര്യമാണ് സുഹൃത്തുക്കളെ. അപ്പോ ഈ പറയപ്പെട്ട നിബന്ധനകളോടുകൂടെ ശരിക്കും നമ്മളത് നിർവഹിക്കണം. വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ, നമ്മളോട് ചോദിക്കും എന്ന ബോധത്തോടുകൂടെയാണ് നമ്മൾ ജീവിക്കേണ്ടതെന്നാണ് അള്ളാഹു പറയുന്നത്. ഓരോരുത്തരെയും മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹുല്ലാഹ്, നമ്മൾ ഓരോരുത്തരെയും കൊണ്ടുവരും കേട്ടോ. എന്നിട്ട് പരലോകത്ത് ഇട്ട വസ്ത്രത്തെക്കുറിച്ചും ജീവിച്ച ജീവിതത്തെക്കുറിച്ചും അള്ളാഹ് ഒറ്റക്കൊറ്റക്ക് ചോദിക്കുന്നതാണ്. ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ, ഒരു ദ്വിഭാഷിയില്ലാതെ ഒരിടയിൽ ഒരാളില്ലാതെ നേർക്ക് നേരെ അള്ളാഹ് ചോദിക്കും. എന്നിട്ട് അവൻ പ്രവർത്തിച്ച കാര്യങ്ങൾ എന്താണെന്നും വല്ല നന്മകളുമുണ്ടോ എന്നൊക്കെ അവൻ നോക്കും. കാരണം നരകമാണ് മുന്നിൽ നിൽക്കുന്നത്, സ്വർഗമാണ് അപ്പുറത്ത് നിൽക്കുന്നത്. അതിന്റെ മുന്നിൽ വെച്ച് അള്ളാഹു ചോദിച്ചിട്ടല്ലാതെ നമ്മളെ ഒരിക്കലും കടത്തിക്കൊണ്ടുപോകില്ല. അതുകൊണ്ട് ഇട്ട വസ്ത്രത്തിന്റെ കണക്ക് അള്ളാഹുവോട് പറയേണ്ടി വരുന്നു. അതുകൊണ്ട് എന്തു വേണം, ശരീരം മുഴുവൻ മറയണം. ഈ മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കി എല്ലാം മറയണം. അതേപോലെ തന്നെ ഹിജാബ് സീനത്തിൽ, അലങ്കാരം കാണിക്കാനല്ല, എന്തു വസ്ത്രം ഇടാം, ഒരു സ്ത്രീക്കൊരു പ്രശ്നമല്ല. പക്ഷെ മേലെന്ത് ചെയ്യണം, ആ ഗൗണ് വേണം, ജിൽബാബ് വേണം. ഏത് വസ്ത്രം ഇടാം, ഭർത്താവിന് മാത്രമേ കാണിച്ചു കൊടുക്കാൻ പറ്റൂ. തനിക്കിഷ്ടമുള്ള ഏത് വസ്ത്രം ഇടാം, സ്ത്രീകൾ മാത്രം ഉള്ളോടത്തായിരിക്കണം. അന്യ പുരുഷന്മാരെ മുമ്പിലെത്തുമ്പോൾ ഈ മര്യാദകളൊക്കെ പാലിക്കണം. അതേപോലെ തന്നെ വിശാലമായിരിക്കണം, സുതാര്യമാവാൻ പറ്റൂല. അതേപോലെ തന്നെ സുഗന്ധമുള്ളതാവാൻ പറ്റൂല. അതേപോലെ പുരുഷന്റെ വസ്ത്രത്തോട് സാദൃശ്യം ഉണ്ടാവാൻ പറ്റൂല. അതേപോലെ ശുഹ്റത്തിന്റെ വസ്ത്രം, എല്ലാവരും ഇങ്ങനെ പോണ കൂട്ടത്തിൽ എല്ലാവരും ഇതെന്തൊരു വസ്ത്രമാണെന്ന് ചോദിക്കുന്ന രൂപത്തിൽ, ആർക്കൊന്നും പരിചയമില്ലാത്ത, എല്ലാവരെയും ശ്രദ്ധിപ്പിക്കാൻ പറ്റുന്ന ആ രൂപത്തിലുള്ള വസ്ത്രങ്ങളും ധരിക്കാൻ പാടില്ല എന്നാണ്. അപ്പോ അത്രയും ഗൗരവത്തോടുകൂടെ നിബന്ധനകൾ പഠിപ്പിച്ചതാണ്. പിന്നെ എന്താ സഹോദരങ്ങളെ, സിൻഫാനി മിൻ അഹ്ലിന്ന, നരകത്തിലാന്ന് പറഞ്ഞാൽ ധരിച്ചിട്ട് അത് പൂർണ്ണമാവാത്ത കാസിയാത്തുൻ ആരിയാത്ത് നരകത്തിലാണ് അല്ല പറഞ്ഞാൽ അത് എത്ര ഗൗരവമുള്ള വിഷയമാണെന്ന് ആലോചിക്കണം. ലാ യജിദ് നരിഹ, വാസന കിട്ടൂല എന്നാണ് വേറൊരു ഹദീസ് പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് ഇസ്ലാമിന്റെ ഹിജാബുകൾ അതിന്റെ പൂർണ്ണ രൂപത്തിൽ, ആരെങ്കിലും നമ്മളെ തട്ടമഴിക്കാനും മഫ്ത അഴിക്കാനും ഒക്കെ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ആ ശ്രമം അവർ പരസ്യമായി പറയുന്നുമുണ്ടെങ്കിൽ, അത്തരം ശ്രമങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് നമ്മൾ ഇസ്ലാമിലേക്ക് മടങ്ങേണ്ട സുഹൃത്തുക്കളെ. പർദ്ദ കണ്ടപ്പോ എന്താ ആൾക്കാർ പറഞ്ഞറിയോ, അത് സൗദി അറേബ്യയിൽ നിന്ന് കൊടുക്കുന്നതാണ്, അത് ഗൾഫ് നാട്ടിൽ നിന്ന് ഇറക്കിയത്. പർദ്ദ ജിൽബാബ് എന്നുള്ളത് സുഹൃത്തുക്കളെ ഖുർആാനിന്റെ അടുത്തല്ലേ, നമ്മൾ ഖുർആാനിന്റെ അടുത്ത്, നമ്മൾ സൗദി അറേബ്യയിൽ നിന്നും ഇറാനിൽ നിന്നൊന്നും എടുത്തല്ല. നമ്മൾ എടുത്തത് എവിടുന്ന് അറിയോ, ഖുർആൻ എന്നാണ്. ഖുർആനിലെ ഈ 2 ആയത്തുമെന്നാണ് ജിൽബാബാണ് ഒരു സ്ത്രീ ധരിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അതുകൊണ്ട് അള്ളാഹും റസൂലും നമുക്ക് നിർദ്ദേശിച്ച ഈ വസ്ത്രധാരണങ്ങളെ നമ്മുടെ ഭാര്യ ധരിക്കുന്നുണ്ടോ, നമ്മുടെ മക്കൾ ധരിക്കുന്നുണ്ടോ, നമ്മുടെ മരുമക്കൾ ധരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അത് നമ്മൾ ഉറപ്പ് വരുത്തിയില്ലെങ്കിൽ ഒരു പക്ഷേ എന്തപ്പം മക്കനിടാതെ പോയാൽ, എന്താണ് മുഖമക്കനയില്ലാതെ പോയാൽ എന്ന് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളല്ലാത്തവർ ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹിജാബിനെ കുറിച്ച് എന്താണ് മറ്റുള്ളവർ മനസ്സിലാക്കിയത്? അതുകൊണ്ട് ഇസ്ലാമികമായ വസ്ത്രധാരണത്തെ പൂർണ്ണമായി പാലിക്കുവാനും അള്ളാഹുവിന്റെയും റസൂലിന്റെയും നിർദ്ദേശങ്ങളെ ശരിയായി പാലിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യും. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ മുബാറകൻ ഫീഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തണം. സഹോദരങ്ങളെ, നമസ്കാരങ്ങൾക്ക് ചില ഷർത്തുകളുണ്ട്. അപ്പൊ ഷർത്ത് എന്ന് പറഞ്ഞാൽ നിബന്ധന. ഇപ്പൊ ഒളു അത് ഷർത്തല്ലേ. അപ്പൊ ഒരാൾ ഒളു എടുക്കാതെ നിസ്കരിച്ചാൽ എന്തായിരിക്കും അയാളെ അല്ലെ? അതേപോലെ ഒരു നിബന്ധനയാണ് എന്തരും, ഔറത്ത് മറക്കുന്നത്. അപ്പൊ ഒരു സ്ത്രീ അവിടെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ മുഖവും മുൻകൈയും ഒഴിച്ച് കാലടക്കമുള്ള ഭാഗങ്ങൾ അവൾ മറച്ചിരിക്കണം. പലപ്പോഴും നമസ്കാരത്തിൽ പോലും എന്താണ്, കയ്യിന്റെ ഭാഗങ്ങളും കാലിന്റെ ഭാഗങ്ങളും കഴുത്തിന്റെ ഭാഗങ്ങളും മുടിയടക്കം എന്ത് ചെയ്യാണ്, വെളിവിൽ വരുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങളാണ് പലപ്പോഴും സഹോദരിമാർ സ്വീകരിക്കുക. ഞാൻ പറഞ്ഞ നിസ്കാരം അള്ളാഹു സ്വീകരിക്കാതെ പോകും.
ഒരു സുജൂദിൽ പോയിട്ട് അവിടെ ഒരു തുമഇനീനത്ത്, അത് അർക്കാനാണ്. നിസ്കാരത്തിന്റെ അർക്കാനിൽപ്പെട്ടതാണ് തുമഇനത്ത്. ഇഅ്തിദാൽ തുമഇനത്ത് വേണം, അടങ്ങണം. റുക്കൂഇൽ തുമഇനത്ത് വേണം, സുജൂദിൽ തുമഇനത്ത് വേണം. ഈ പിന്നെ സുജൂദിൽ ഇടയിലെ ഇരുത്തത്തിൽ, അതൊക്കെ ആ 17 കാര്യങ്ങൾ എണ്ണിയ കാര്യങ്ങളാണ്. അപ്പൊ അതിൽ പ്രധാനമാണ് എന്ത്? ഈ വസ്ത്രത്തിന്റെ കാര്യം. അപ്പോ 4 മദ്ഹബുകളും യോജിച്ചൊരു കാര്യമാണ് എന്ത്? അന്ന ഔറത്തുൽ മർഅ ഫിസ്സല, ഒരു സ്ത്രീയുടെ ഔറത്ത് എന്ന് പറഞ്ഞാൽ ജമിഅ ബദനി, അവളുടെ ശരീരം മുഴുവനാണ്. ബിഇസ്തിസ്നാഇൽ വജ്ഹി വൽ കഫൈൻ. ഒരു മദ്ഹബിലും, അപ്പൊ ഞങ്ങളെ മദ്ഹബിൽ അങ്ങനെയല്ല, ഒരു മദ്ഹബിലും അഭിപ്രായത്തില്ല ഈ മുൻകൈയും മുഖവും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഭാഗവും മറച്ചെങ്കിലേ നിസ്കാരം എന്ത് ചെയ്യുള്ളൂ? യജിബു സത്രൽ ഖദമൈൻ ഫിസ്സല, കാല് മറക്കണം എന്നാണ് നിസ്കാരത്തിൽ. ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞത് കാല് മറയിൽ നിസ്കാരത്തിൽ വളരെ നിർബന്ധമായ കാര്യമാകുന്നു. അപ്പൊ ഏതെങ്കിലും നിലക്ക് എന്താണ് ഒരു സ്ത്രീയുടെ ഒരു ഭാഗം, ഈ മറക്കേണ്ട ഒരു ഭാഗം നിസ്കാരത്തിൽ എന്താണ് ബോധപൂർവം വെളിവായ, ഞാൻ പറഞ്ഞതൊക്കെ ഇട്ടിട്ട് റുക്കുവോ സുജൂദോ പോകുമ്പോൾ വസ്ത്രം നീങ്ങി പോണതല്ല, അല്ലെങ്കിൽ മറന്നതല്ല, ഇത്രയൊക്കെ മതിയെന്ന് വിചാരിച്ചാണ് നിസ്കരിച്ചത് എന്നുണ്ടെങ്കിൽ അവളെ നിസ്കാരം എന്ത് ചെയ്യില്ല? ഇൻ ലഹറ ജുസുഉൻ യസീറുൻ മിൻ ഔറത്തിൽ മറ, എന്തെങ്കിലും കുറച്ച് ഭാഗം പ്രകടമായാൽ പോലും എന്ത് ചെയ്യും? അത് ബോധപൂർവമാണെങ്കിൽ നിസ്കാരം ബാത്തിലാവുന്നത്. അപ്പൊ നമ്മളെല്ലാവരും നമ്മുടെ സഹോദരിമാരോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്, ഇത് നിസ്കാരത്തിൽപ്പെട്ട കാര്യമാണ്. സത്തുറുൽ ഔറത്ത് മറക്കണം എന്നുള്ളത്, ഒരു സ്ത്രീന്റെ ഔറത്ത് ഇതാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? അവരെ ബോധ്യപ്പെടുത്തണം. ഇസ്ലാമികമായിട്ടുള്ള നിയമങ്ങൾ പാലിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുമ്പോഴേ അള്ളാഹു ഇത് സ്വീകരിക്കുകയുള്ളൂ. ശരിയായി ദീനനുസരിച്ച് ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രമാണങ്ങളെ കൂടുതൽ മനസ്സിലാക്കി, ആ നിയമങ്ങളെ മനസ്സിലാക്കി അതനുസരിച്ച് തന്നെ ജീവിക്കുവാൻ, ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. മര്യാദയും വന്നുപോയ തെറ്റുകളെ അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ ഒരു പ്രായമായ ഒരു സഹോദരി കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിരുന്നു. അള്ളാഹു അവിടെ ഖബറുകളെ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. പ്രസവത്തിൽ വളരെ പ്രയാസകരമായ നിലക്കുള്ള ഒരു കുട്ടിയുടെ മാതാവ് നമ്മുടെ ജുമാന്റെ തൊട്ട് മുമ്പ് പറഞ്ഞിരുന്നു. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അള്ളാഹുവിടെ ആ പ്രസവ സമയത്തുള്ള എല്ലാ ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും നീക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളെയും രോഗങ്ങളെയും അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും പരലോകത്ത് നന്നാക്കി തരുമാറാവട്ടെ. അള്ളാഹു ഒരു വിശാലമായ സ്വർഗ്ഗത്തിൽ നമ്മെ എല്ലാവരെയും പ്രവേശിപ്പിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. അൽഹംദുലില്ലാഹി.